ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ സോഫയിലുണ്ടാകുന്ന മുടി, രോമം, അതുപോലെ തന്നെ പൂച്ചയുടെ പൂട ഇവയൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഒഴിവാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, പെട്ടെന്നൊന്നും കാണില്ല. അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് തരം സോഫയിലും നമുക്കത് പ്രാവർത്തികമാക്കാം കേട്ടോ. അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു സെല്ലോ ടാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സെല്ലോ ടാപ്പ് എടുക്കുക. വൈറ്റ് ആണെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ വൈറ്റ് എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സെല്ലോ ടാപ്പ് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബോട്ടിലേക്ക് നമുക്ക് ഈ ഒരു സെല്ലോ ടാപ്പ് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും അഥവാ ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെല്ലോ ടാപ്പ് കൂടി വേണം. ഇതിൻ്റെ ആ ഒരു പശ നമുക്ക് ഈ ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ വേണ്ട. ഇതുപോലെ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോഫയിലേക്കൊന്ന് പോവാം. അതുപോലെ സോഫയിലൊക്കെ ഉണ്ടാകുന്ന പൂച്ചരോമ, അതുപോലെ മുടി, അതൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ഇത് കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയും ഒരല്പം വിനാഗിരിയും ഇട്ടിട്ട് തുടച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം അപ്പോൾ സോഫ നല്ല ക്ലീൻ ആവും. ഒന്നുകിൽ നമ്മളിതുപോലെ ഒന്ന് റോൾ ചെയ്യുക. അപ്പോൾ മുടികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവില്ല ഇതിൻ്റെ ഒരു അഴുക്ക് എത്രത്തോളം അതിൽ പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടോ. മുടിയൊക്കെ അത് അതിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഏത് സോഫയിലും ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂട, അതുപോലെ തന്നെ മുടി, ഇനി നഖം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചുകൊള്ളൂ കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സോഫ നമുക്കൊന്ന് റോൾ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഏത് സോഫയിലും നമുക്കിത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എംബ്രോയ്ഡറി ചെയ്ത പാഡൊക്കെ ഉണ്ടെങ്കിൽ ആ പാഡിലും കുറച്ച് കഴിഞ്ഞാൽ ഒരു പൂപ്പലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള മുടിയൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലേക്ക് നന്നായി ഒട്ടിക്കോളും. കണ്ടോ, വെളിച്ചത് കൊണ്ട് നോക്കുമ്പോൾ തന്നെ ശരിക്കും അതിലുള്ള ആ ഒരു അഴുക്കൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഇത്രയും അഴുക്ക് അതിൽ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് നമ്മുടെ സോഫൊക്കെ നല്ല രീതിയിലൊന്ന് വൃത്തിയാവാൻ ഇത് സഹായിക്കും കേട്ടോ. കണ്ടോ, ഒരുപാട് രോമങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമ്മൾ അറിയാത്തൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ.